പഠിക്കാം പ്രധാന എഴുത്തുകാരും അവരുടെ തൂലികാനാമങ്ങളും. അപ്പൊ കോഡുകളൊക്കെ വെച്ചുകൊണ്ട് ഈ ഒരു ഭാഗം നമുക്ക് വളരെ കൃത്യമായി തന്നെ പഠിച്ചു പോവാം. അപ്പൊ നോക്കൂ, കാക്കനാടൻ എന്നത് ആരുടെ തൂലികാനാമമാണ്? കാക്കനാടൻ ജോർജ് വർഗീസ്. കാക്കനാടൻ എന്നത് ജോർജ് വർഗീസിന്റെ തൂലികാനാമമാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? അപ്പൊ കാക്കനാടൻ എന്ന് പറയുമ്പോൾ നമുക്ക് നാടൻ കാക്ക എന്ന് കണക്ട് ചെയ്യാം. നാടൻ കാക്ക. നാടൻ കാക്കയ്ക്ക് ഇഷ്ടം ചോറാണ് എന്ന് ഓർക്കാം. നാടൻ കാക്കയ്ക്ക് ഇഷ്ടം ചോറാണ്. ചോറ് എന്തിൽ നിന്ന്? ജോർജ് എന്ന് കണക്ട് ചെയ്യാലോ. അപ്പൊ നാടൻ കാക്കയ്ക്ക് ഇഷ്ടം ചോറാണ്. അപ്പൊ കാക്കനാടൻ എന്നത് ജോർജ് വർഗീസിന്റെ തൂലികാനാമമാണ്. ഇനി പാറപ്പുറത്ത് ആരുടെ തൂലികാനാമമാണ്? പാറപ്പുറത്ത് കെ.ഇ. മത്തായി. കെ.ഇ. മത്തായിയുടെ തൂലികാനാമമാണ് പാറപ്പുറത്ത്. അപ്പൊ നമ്മൾ പാറപ്പുറത്ത് കയറി കഴിഞ്ഞാൽ, പാറപ്പുറത്ത് കേറിയാൽ എന്താണ്? ആ പ്രദേശം നമുക്ക് മൊത്തമായി കാണാം. പാറപ്പുറത്ത് കയറിയാൽ ആ ഒരു പ്രദേശം നമുക്ക് മൊത്തമായി കാണാം എന്നോർക്കാലോ. അപ്പൊ മൊത്തം എന്നതിൽ നിന്ന് മത്തായി അല്ലെ. പാറപ്പുറത്ത് കെ.ഇ. മത്തായിയുടെ തൂലികാനാമമാണ്. ഇനി പവനൻ ആരുടെ തൂലികാനാമമാണ്? പവനൻ പി.വി. നാരായണൻ നായർ. പി.വി. നാരായണൻ നായരുടെ തൂലികാനാമമാണ് പവനൻ. അപ്പൊ പവനൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ പവൻ എന്നോർക്കാലോ. പവൻ അല്ലെ. പവൻ എന്ന് പറയുമ്പോൾ സ്വർണം. അപ്പൊ പൊന്നു വാങ്ങാൻ പി.വി. കണക്ട് ചെയ്യാലോ. പൊന്നു വാങ്ങാൻ എന്ത് വേണം? അണ വേണം. അണ എന്നതിൽ നിന്ന് നാരായണൻ കണക്ട് ചെയ്തൂടെ. പൊന്നു വാങ്ങാൻ അണ വേണം. അപ്പൊ പവനൻ എന്ന് പറയുമ്പോൾ നമ്മൾ പവൻ എന്ന് കണക്ട് ചെയ്തു. അപ്പൊ പൊന്നു വാങ്ങാൻ അണ വേണം എന്നോർത്താൽ പവനൻ പി.വി. നാരായണൻ നായരുടെ തൂലികാനാമമാണെന്ന് ഓർക്കാലോ. ഇനി ഇന്ദുചൂടൻ ആരുടെ തൂലികാനാമമാണ്? കെ.കെ. നീലകണ്ഠൻ. അപ്പൊ എങ്ങനെ ഓർക്കാം? ഇന്ദുചൂടൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചൂടായാൽ എന്താണ്? കണ്ടം നീല നിറമാവും എന്നോർക്കാം. കണ്ടം നീല നിറമാവും. അപ്പൊ ഓർക്കാലോ, ഇന്ദു ചൂടായാൽ കണ്ടം നീല നിറമാവും. ഇന്ദുചൂടൻ കെ.കെ. നീലകണ്ഠന്റെ തൂലികാനാമമാണ്. നന്ദനാർ ആരുടെ തൂലികാനാമമാണ്? പി.സി. ഗോപാലൻ. നന്ദനാർ പി.സി. ഗോപാലന്റെ തൂലികാനാമമാണ്. അപ്പൊ നന്ദനാർ എന്ന് പറയുമ്പോൾ ഇവിടെ ആറ് ഉച്ചരിക്കുന്നില്ലേ. അപ്പൊ ആറിലൂടെ ഒഴുകുന്നത് പാലാണ് എന്നോർക്കാം. ആറിലൂടെ ഒഴുകുന്നത് എന്താണ്? പാലാണ്. പാൽ എന്നതിൽ നിന്ന് ഗോപാലൻ കണക്ട് ചെയ്യാലോ. ഉറൂബ് ആരുടെ തൂലികാനാമമാണ്? പി.സി. കുട്ടിക്കൃഷ്ണൻ. അപ്പൊ ഉറൂബ് എന്ന് പറയുമ്പോൾ നമുക്ക് ഉറി കണക്ട് ചെയ്ത് വെക്കാം. ഉറൂബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉറി കണക്ട് ചെയ്ത് വെച്ചു. അപ്പൊ ഉറിയിൽ നിന്ന് വെണ്ണ കട്ട് കഴിക്കുന്ന കുട്ടിക്കൃഷ്ണനെയും കണക്ട് ചെയ്യാലോ. അപ്പൊ ഉറൂബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉറി എന്ന് കണക്ട് ചെയ്ത് ഉറിയിൽ നിന്ന് വെണ്ണ കട്ട് കഴിക്കുന്ന കുട്ടിക്കൃഷ്ണനും കണക്ട് ചെയ്ത് പോയിക്കൂടെ.